1980 മേള എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി ശ്രീനിവാസൻ ആദ്യമായി ശബ്ദം നൽകി. ഞാൻ പറയാറില്ലേ വിജയ്, ശാരദ കൂടുതൽ പരിചയപ്പെടുത്തണോ? പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ശാരദയുടെ വീട്ടില് ആരൊക്കെയാണ്? അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഉണ്ട്. എനിക്കിവിടെ ആകെ ഒരു കൂട്ടുകാരുള്ളത് ഗോവിന്ദൻകുട്ടി. 6 വർഷം മുമ്പ് ഞാൻ ഈ സർക്കസിൽ ജോയിൻ ചെയ്തപ്പോൾ തുടങ്ങിയതായി. 1982 വിധിച്ചതും കൊതിച്ചതും എന്ന ചിത്രത്തിലും ശ്രീനിവാസനാണ് മമ്മൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്തത്. 3 ഫ്രണ്ട്സിനെ അയക്കാനുള്ളതെല്ലാം എടുത്തിട്ട് ബാക്കി ഓഫീസിൽ കൊണ്ടുവച്ചത്. അതെന്താണോ താനങ്ങനെ അറുത്ത് മുറിച്ച പോലെ പറഞ്ഞത്? അത് താൻ കലക്കി. തൊട്ടടുത്ത വർഷം ഒരു മാടപ്രാവിന്റെ കഥ എന്ന ചിത്രത്തിലും ശ്രീനിവാസനാണ് മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത്. ഇല്ല, ഞാൻ ചികിത്സയിലാണ്. എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ മംഗലത്ത് വീട്ടിലെയാ. എനിക്ക് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. എന്നെങ്കിലും കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ. വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നും രാവിലെ 9 മണിക്കാൻ വരാം. 1986 മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തിയ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന മോഹൻലാൽ ചിത്രത്തിലും ശ്രീനിവാസനാണ് മമ്മൂട്ടിക്ക് ഡബ് ചെയ്തത്. ഹലോ ഹലോ, ഹൗ ആർ യു? വാട്ട് യു വാണ്ട്? ഒറ്റയ്ക്കാണോ? അതെ, കല്യാണത്തിന് വരാനുള്ള മടി കൊണ്ടായിരിക്കും ഇന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത് അല്ലേ? വെറും കൈയും വീശിയാണോ ഇങ്ങോട്ട് പോകുന്നത്? എനി പ്രസന്റേഷൻ? ഐ എം സോറി. ഒന്ന് ചേട്ടാ, അന്തസ്സും പാരമ്പര്യവും ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം വന്ന് കാണാം. ഇപ്പൊ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. നമസ്കാരം. ഹലോ 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 ഹലോ, ഇവനെ അല്പം പക്ഷേ അതെനിക്ക് നേരത്തെ അറിയാവുന്ന